ഇന്ന് നമ്മൾ വന്നേക്കുന്ന ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗവിന് ലീക്ക് ഉണ്ടെങ്കിൽ അത് എളുപ്പം എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. രണ്ട് മാർഗ്ഗമാണുള്ളത്. ഒന്ന്, നമ്മൾ ഗ്യാസ് കുറ്റി ഓണാക്കിയിട്ട് സ്റ്റൗ കത്തിച്ച് നോക്കുക. കത്തിച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള ജോയിൻറ്റുകൾ, ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ജോയിൻറ്റ്, ഇവിടുത്തെ ജോയിൻറ്റ്, ഇതിൻ്റെ അകത്തേക്ക് ജോയിൻറ്റുകളിലെല്ലാം ഒരു പേപ്പർ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ തീ പിടിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അപകടകരമാണ്. അപ്പോൾ അപകടം കൂടാണ്ട് തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസ് കുറ്റിക്ക് ലീക്കേജ് ഉണ്ടോ എന്നാണ്. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഷാമ്പു ഇതുപോലെ കലക്കിയെടുക്കുക. ഷാമ്പുവോ സോപ്പോ ഉണ്ടത്. എന്നിട്ട് നമ്മൾ ഗ്യാസ് കുറ്റിയുടെ മുകളിൽ ആദ്യം വെച്ച് നോക്കുക ഇതിന് ലീക്ക് ഉണ്ടോ. ലീക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കുമള വരുന്നതാണ്. രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് റെഗുലേറ്ററാണ്. റെഗുലേറ്ററിൻ്റെ കൂടുതലായിട്ട് ലീക്കേജ് വരുന്നത് ഇതിൻ്റെ ഈ ജോയിൻ്റ് ഉണ്ട് ഇവിടെ, ഈ ജോയിൻ്റ് കൂടെയാണ്. ഇവിടെ നമ്മൾ പതം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് റെഗുലേറ്റർ കണക്ട് ചെയ്യുക. റെഗുലേറ്റർ കണക്ട് ചെയ്തിട്ട് ഓൺ ആക്കുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഈ ജോയിൻറ്റിൽ ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ കുമ്പള വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗവിൻ്റെ ഈ ജോയിൻറ്റിൽ, ഈ ഓസിൻ്റെ ജോയിൻറ്റിലും അവിടെ നമ്മൾ പതം ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോൾ ലീക്കേജ് ഉണ്ടെങ്കിൽ അവിടെ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ മെയിനായിട്ട് വരുന്നത് ഗ്യാസ് കുറ്റി സ്റ്റൗ നേരെ തിരിച്ചു വെക്കുക. സ്റ്റൗവിൻ്റെ അടിഭാഗത്ത് ഈ രണ്ട് പോർഷനിലാണ് മെയിനായിട്ട് ലീക്കേജ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ പതം ഇങ്ങനെ തേച്ച് കൊടുക്കുക. എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ കുമ്പള വരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിലെ തടിയമ്പാടാണ്. എല്ലാവിധ ഗ്യാസ് സ്റ്റൗവും നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം.